നമ്മളീ ചിരിച്ച് ചിരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണിക്കടിയാണ്. അത് ശരിയാ. പ്രത്യേകിച്ച് ലിൻഡോക്കുട്ടനോട്. നിങ്ങളുടെ ചേട്ടനാ ലിൻഡോ കുട്ടൻ, എന്റെ അനിയനാ ലിൻഡോ കുട്ടൻ. നടുക്കണ്ടോ നടുക്കണ്ടം. ലിൻഡോ കുട്ടന് ക്ഷീണം വന്ന് പോയോ? കുറെ ലഡു പൊട്ടി, പക്ഷെ ഈ ലഡു ഒരു ആറ്റം ബോംബ് പൊട്ടിയ പോലെ ഒരു ഫീല്. എന്റെ ദൈവമേ, കരണക്കുറ്റി നോക്കി ചണ്ടാംസ വന്നു. ഹംസ ലൈവിലേക്ക് സ്വാഗതം. കരണക്കുറ്റി നോക്കി റെഡി കൊടുക്കുന്നു. അല്ല, നിങ്ങൾ 4 കുട്ടികൾ, തുമ്മി, ചേച്ചി, ചേട്ടായി, ലിൻഡോ ഉള്ള അമ്മയുടെ ഒരു മാനസികാവസ്ഥ ഓർത്ത് പറഞ്ഞു. അല്ലടി, ഒന്നാമത്തെ കൊച്ചു തുമ്മിച്ച, 8ാമത്തെ കൊച്ചു ഗീതു എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്, 9 ഞാന്, 10 ലിൻഡോ കുട്ടൻ, 11 ചേട്ടായി. ഹംസമേന്ന് വിളിക്കുന്നു. അഞ്ചുമ്മ മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല, വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഇതിന് ജന്മം കൊടുക്കാനായിരുന്നോ, ഇതിന് ജന്മം കൊടുക്കണമായിരുന്നോന്ന് ഓർത്തു പോകുന്നു. അതൊന്നും പറയാതെ അലസി പോകണ്ടായിരുന്നു. അലസിപ്പോണ്ടായിരുന്നു. അഞ്ചു സേവ് ആയിട്ട് കെയർ ചെയ്തോണ്ട് പ്രാർത്ഥന കൊണ്ട് കിട്ടിയ കൊച്ചാ. എന്ത് തേങ്ങ എവിടെ നടക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തുമ്മി എല്ലാത്തിനെയും ശരിയാക്കിക്കോളുന്നു. മൂത്തതാണ്, ഏറ്റവും മൂത്തത്. കൊടുക്കണ്ടായിരുന്നു ഒന്ന്, അത് തന്നെ. ലിൻഡോ ബ്രോന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് നമ്മുടെ ചന്തഹംസ. ലിൻഡോ ടുഗദർ കയറുന്നാല് ആരെയും കയറിക്കേ, എന്റെ ലിങ്ക് അവിടെ കിടന്ന് തുരുമ്പെടുത്തു പോകും. ലിൻഡോ നഹൂന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് കേട്ടോ. കൊച്ചെ അങ്ങനെയൊന്നും പറയരുത്. ലിൻഡോ ബ്രോന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ചന്തഹംസ. അംബാനിയേക്കാൾ കോടീശ്വരൻ. ഓ അതെ, ലിൻഡോ മോനെ അങ്ങനെയൊന്നും അഞ്ചു മമ്മീനോട് പറഞ്ഞൂടാ. ക്ഷമ ചോദിക്ക് ലിൻഡോ മോനെ, ഞാൻ മുട്ടായി തരാം. അഞ്ചു വാണ്ട്സ് ടു ജോയിൻ ദ സ്ട്രീം. അഞ്ചു വരുന്നുണ്ട് കേട്ടോ. റോഷാർക്ക് വാ വാ, പക്കം വാ, വെക്കം വാ. അഞ്ചു ഹായ്, ലൈവിലേക്ക് സ്വാഗതം മുത്തേ. നൈസ് ടു മീറ്റ് യു. ഒരു മിനിറ്റ്, എന്റെ വീഡിയോ കാണത്തില്ല. ഇല്ല, ഇപ്പൊ ഡിജെ. അയ്യോ, ഇതെങ്ങനെ മാറ്റുന്നേ? നീ നിന്റെ ഫേസ് കാണിച്ചോ ധൈര്യമായിട്ട്? നിന്റെ ശങ്കുപ്പൻ ഒന്ന് കാണട്ടെ. കാണിക്കില്ല. ഇതെങ്ങനെ ഡിജെ മാറ്റുന്നേ? അയ്യോ, ഇതെങ്ങനെയാ ഡിജെ മാറ്റുന്നേ? എനിക്കറിയത്തില്ലല്ലോ, ഇതിനെ പറ്റി വലിയ പിടുത്തമില്ലാതെ ഞാൻ കയറിയിരിക്കുന്നേ. അല്ല, നീ നിന്റെ ഫേസ് കാണിക്കാൻ നോക്കിയ ബാക്ക് ക്യാമറ, ആ മേളിലൊരു ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഞാനും ചേട്ടായും സംസാരിച്ചപ്പോ ചേട്ടായി പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഫേസ് കാണിക്കരുതെന്ന്. ശങ്കു ഹായ് അഞ്ചുക്കറിലേന്ന്, അഞ്ചു സിസ്റ്റർ വിളിക്കും. റോഷാർക്ക് ഹായ് അഞ്ചുമ്മാന്ന് വിളിക്കുന്നുണ്ട് ചിച്ചിലെ. ഞാൻ എന്റെ ഭർത്താവിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഭാര്യയാണ്. ശങ്കു, അയ്യോ ആരാ ഇത്? എന്റെ അഞ്ചുമോളല്ലേ ഇത്? ശങ്കുപ്പ ഒന്ന് ഫേസ് കാണിച്ചോട്ടെ, അഞ്ചുമോൾ ഒന്ന് ഫേസ് കാണിച്ചോട്ടെ. ഡിജെ ഇട്ട് വന്നിരിക്കുന്നു മായക്കണ്ണൻ. ഇത് ലിൻഡോപ്പന്റെ ശിഷ്ടിയാണോന്ന് ഇപ്പൊ മനസ്സിലായി. ലിൻഡോ കുട്ടന് ഈ സ്വഭാവം എവിടുന്ന കിട്ടിയത്? നമ്മുടെ കിട്ടിയ സ്വഭാവം അല്ലേ? ഇല്ല ചേട്ടായി, ഞാൻ മുഖം കാണിക്കില്ല. എന്റെ മുഖം ചേട്ടായി മാത്രമേ കാണുള്ളൂ. വേണ്ട അഞ്ചുമോളെ, ഇവര് ആരെയും മുഖം കാണിക്കണ്ടെന്ന് എഴുതി വിട്ടിരിക്കുക. ചേട്ടായി ഇപ്പൊ കിഡ് മോഡാണ്, സോ ബിവേർ. അവസാനം ആ സത്തം കേട്ട് തിരുപ്പതിയായി. മുതുക്കി ഇതള്ളെ മുടിഞ്ഞവളേന്ന് ലിൻഡോക്കുട്ടൻ വിളിക്കുന്ന കേട്ടോ അഞ്ചു. അതെ, അമ്പിളി ചേച്ചി എന്റെ അഞ്ചുമോൾ അടിപൊളിയല്ലേ ഇത്? അത് ശങ്കു. അല്ല, മുതുക്കി തള്ളെ മുടിഞ്ഞവളേന്ന് നിങ്ങളുടെ ലിൻഡോക്കുട്ടൻ വിളിച്ച കേട്ടോ. എന്നെ പറയാനാ ഒന്നുള്ളെങ്കിലും അടിച്ചു വളർത്തണായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നല്ലല്ലോ, 10, 11 ഇല്ലേ? എല്ലാരും കൂടെ എണ്ണം തെറ്റിപ്പോയി ചേച്ചി. ഇത് മായക്കണ്ണൻ ലിൻഡോ ബ്രോ. ലിൻഡോപ്പാ, അമ്മ ഇവിടെ മേളിലുണ്ട്, കാണുന്നുണ്ടോ? അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? കൊച്ചിനൊന്ന്